ഹലോ, അപ്പം നമ്മുടെ എൻഗേജ്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഹിന്ദു രീതിയിലല്ല, ക്രിസ്ത്യൻ രീതിയിൽ തന്നെയാണ് നമ്മൾ പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ, അതായത് പെണ്ണിൻ്റെ വീട്ടിലെ ചടങ്ങ് കല്യാണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ ആൻറ്റിയുടെ പിള്ളേരുടെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പഠിക്ക് ഒരെണ്ണം കളിക്കാൻ പറഞ്ഞെങ്കിലും എനിക്കത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറേണ്ടി വന്നു കേട്ടോ. ആ സമയത്തെന്ന് പറഞ്ഞാൽ ആൾ ഒറ്റയ്ക്ക് കളിക്കുന്നതിൻ്റെ വിഷമത്തിൽ ആളുടെ മുഖം മാറിയോണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കയറിയതാണ്. കയറി ഡാൻസ് മൊത്തം കൊള്ളാക്കി കൈ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത്. കുഞ്ഞാവ് അമ്മയുടെയും അതുപോലെ തന്നെ കല്യാണ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ താണ്ട ചേട്ടായുടെയും നാത്തൂൻ്റെയും ഒക്കെ കൂടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതേ മൈക്ക് സെറ്റ് അവർ പെട്ടെന്ന് തന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാനും വല്യമ്മയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ഐസ്ക്രീമിൻ്റെ കോണും ഗ്ലാസും ടിഷ്യൂ പേപ്പർ വരെ നമ്മുടെ അടുത്ത് കാറ്ററിംഗുകാർ തന്നിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ ചെന്നപ്പോഴത്തേനും കുഞ്ഞാവ് ഡാൻസ് കളിയുടെ ക്ഷീണത്തിൽ നല്ല ഉറക്കമായിരുന്നു. ബാക്കി എല്ലാവരും നമ്മുടെ മിച്ചം വന്നിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അയലോക്കംകാരും നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് നാൾ കൂടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് അതങ്ങോട്ട് സാരിയും ഇതൊന്നും മാറാൻ തോന്നുന്നില്ല. അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അന്നേരം എല്ലാവരും എൻ്റെ അടുത്ത് ചൂടല്ലേ മേക്കപ്പൊക്കെ മാറ്റിയിട്ട് വരാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഗ്ലാം കോഡ്, വെള്ളൂരുള്ള ഗ്ലാം കോഡിലാണ് കേട്ടോ ചെയ്യുന്നത്. അവിടുത്തെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേനും നമ്മൾ ചുമ്മാ വൈബ് അടിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. അപ്പോൾ മൈക്ക് സെറ്റൊക്കെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ വീട്ടിലിരുന്നൊരു ഹോം തിയേറ്റർ നമ്മൾ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ വെച്ചിട്ട് പാട്ട് കാര്യങ്ങളൊക്കെ വെച്ച് രാത്രി നമ്മൾ ചില്ല് ചെയ്തു കേട്ടോ.
അങ്ങനെ വലിയൊരു തകർക്കലിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ബോധമില്ലാതെയാണ് കേട്ടോ ഇരിക്കുന്നത്. 8 മണിയോടുകൂടിയാണ് എഴുന്നേറ്റിട്ടുള്ളത്. പക്ഷേ എങ്കിലും ക്ഷീണവും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇനി 2-3 ദിവസം കൂടെ ഉറങ്ങിയെങ്കിൽ മാത്രമാണ് ഈ ക്ഷീണം മാറത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും അമ്മ അകത്ത് പുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. തലേ ദിവസം കല്യാണത്തിൻ്റെ മിച്ചം വന്ന ബീഫ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പുട്ടും ബീഫുമാണ് കേട്ടോ രാവിലത്തെ ഫുഡ്. അങ്ങനെ കയറി വന്നപ്പോഴേക്കും ആൾക്കാരെല്ലാം എഴുന്നേറ്റിരുന്നിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എഴുന്നേറ്റപ്പോൾ ഒത്തിരി താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ അവളുടെ റെൻറ്റിനെടുത്ത ഡ്രസ്സ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചിച്ചൻ്റെ മോൻ വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് പോയി ഡ്രസ്സ് സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്. കുഞ്ഞാവയാണ് അതിന് ഇടയ്ക്കിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വാരി പൂശാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് ചാട് ബഹളം ഉണ്ടാക്കണം കേട്ടോ. എനിക്കത് ഇതാന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ കല്യാണത്തിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവരും പോകും. അങ്ങനെ മൊത്തം എല്ലാവരും പോയതോടുകൂടി വീട് പിന്നെ സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്